സോ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 11. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് ഒരു ബേസ് തിയറത്തിലെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്പർ പോലും മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്പർ മാറിയിട്ടുണ്ടോ എന്ന് പോലും മനസ്സിലാവുള്ളൂ. മിസലേനിയസ് എക്സാമ്പിൾസോ മിസലേനിയസ് എക്സസൈസോ എന്നല്ല പറയുന്നത്. NCERTയിൽ തന്നെ പ്രോബബിലിറ്റിയിൽ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ആൻഡ് ബേസ് തിയറം കഴിഞ്ഞ് വരുന്ന ആ ഒരു സെറ്റ് ഓഫ് എക്സസൈസിൽ കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. ബാഗ് A contains 3 white and 7 red balls. Bag B contains 3 white and 2 red balls. One bag is selected at random and a ball is drawn from it. രണ്ട് ബാഗ് ഉണ്ട്, ഓരോന്നിലുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള ബോൾസിന്റെ എണ്ണം ഡിഫറെന്റ് ആണ്. ബാഗ് എയിൽ 3 വൈറ്റ് ബോൾസും 7 റെഡ് ബോൾസും ആണ്. ബാഗ് ബിയിൽ 3 വൈറ്റ് ബോൾസും 2 റെഡ് ബോൾസും ആണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബാഗ് എ ഓർ ബാഗ് ബി, വെറുതെ നമ്മളിങ്ങനെ അത്തള വിത്തള തവളാച്ചി എന്ന് പറഞ്ഞ ഒരു ബാഗ് ചൂസ് ചെയ്തു. അതിൽ നിന്ന് ഒരു ബോളും നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തു. ആൻഡ് ദാറ്റ് ബോൾ ഈസ് ഐഡന്റിഫൈഡ് ടു ബി വൈറ്റ്. ആ കിട്ടിയ ബോൾ വൈറ്റ് ആണെന്ന് മനസ്സിലായി. ദെൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൈറ്റ് ബോൾ ഇസ് ഡ്രോൺ ഫ്രം ബാഗ് എ. ഡയറക്റ്റ് ബേസ് തിയറമാണ്. പ്രോബബിലിറ്റി ഓഫ് A bar W. A means bag A, W means white. This is equal to probability of P of W bar A into P of A divided by P of W bar A into P of A plus P of W bar B into P of B. ഈ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബാഗ് A contains 3 white and 7 red balls. അപ്പോൾ വൈറ്റിന്റെ പ്രോബിലിറ്റി 3 out of 10 ആണ്. മൊത്തം 10 ബോൾസ് ആണല്ലോ, 3ഉം 7ഉം കൂടെ. P of A വരാനുള്ള പ്രോബിലിറ്റി 1/2. once again 3/10 into 1/2 പ്ലസ് ബാഗ് 2ലേക്ക് പോകുമ്പോൾ 3 വൈറ്റ് 5, മൊത്തം 5 ബോൾസ് ആണ്. 2 റെഡ് ബോൾസ് 3/5 into 1/2. 1/2 കൂടെ ക്യാൻസൽ ചെയ്യാം. നമ്മൾ എന്തായാലും 10 മൾട്ടിപ്ലൈ ചെയ്താൽ 3 divided by 3 plus 6, അവിടെ നിന്ന് 3 കൂടി ക്യാൻസൽ ചെയ്താൽ 1/3. 3/9. 3/9. Yes, 3/9 is actually 1/3 itself. ഭയങ്കര ഡയറക്റ്റ് ആണ്, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ബേസ് തിയർ എന്താണെന്നൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ആകെ ബോറായി പോകും. കാര്യം ഈ ഒരു എക്സാമ്പിൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ NCERT ലെവലിൽ പഠിക്കുമ്പോൾ പോലും ബേസ് തിയറത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇനി ഒരു ഫാക്ടറി, അതിനകത്ത് കുറേ 2-3 മെഷീൻസ് ഉണ്ട്, അതിൽ ബോൾട്ടുകൾ ഉണ്ടാക്കുന്നു, ഈ ബോൾട്ട് ഡിഫക്റ്റഡ് അൺഡിഫക്റ്റഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് ആക്ച്വലി ബേസ് തിയറം തന്നെയാണ് എന്നൊക്കെ നമ്മൾ വരച്ച് കാണിക്കേണ്ടുള്ളൂ. ഇത് NCERTയിൽ കൊടുത്തേക്കുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കൂടെ തന്നെ 3 ബാഗ് ഉള്ളതും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ NCERTയിലെ ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമല്ല, NCERTയിൽ തന്നെ അതേ സെറ്റ് ഓഫ് എക്സസൈസിൽ തന്നെ ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് NCERTയിലെ ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, JEEക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഓപ്ഷൻ 3 1/3 ഓപ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11.